ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചാൽ വളരെ മനോഹരങ്ങളായിട്ടുള്ള ശില്പങ്ങളും സ്തൂപങ്ങളും മറ്റനേകം നിർമ്മിതികളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. വെറുമൊരു പാറക്കഷ്ണമോ തടിക്കഷ്ണമോ അസംസ്കൃത വസ്തുവൊക്കെ ആയിരുന്ന ഇതിൻ്റെ ഒറിജിനൽ രൂപത്തെ ഒരു കലാകാരനായിട്ടുള്ള നിർമ്മാതാവ് തൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില കൊത്തുപണികൾ ചെയ്തപ്പോഴാണ് മനോഹരമായിട്ടുള്ള രൂപങ്ങളായിട്ടും സ്തൂപങ്ങളായിട്ടും നിർമ്മിതികളായിട്ടും ഇതെല്ലാം മാറിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കർഷകൻ തൻ്റെ കൃഷി സ്ഥലത്ത് തനിക്കിഷ്ടമുള്ള സാധനങ്ങൾ കൃഷി ചെയ്ത ശേഷം അതിനെ കൃത്യമായി പരിപാലിച്ച് വളവും വെള്ളവും ഒക്കെ നൽകി അതിനെ വെട്ടിയൊരുക്കുമ്പോഴാണ് നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി, ഒരു സസ്യമായി അത് തീരുന്നത്. ഇതുപോലെ തന്നെയാണ് സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് വേണ്ടതെല്ലാം നൽകി കൃത്യമായ സ്ഥലത്ത് സമയത്ത് അവനെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തി നല്ല ഫലമന്വേഷിക്കുകയാണ്. പ്രത്യേകിച്ച് സഭയുടെ പ്രവർത്തനങ്ങളുടെ ഫലമന്വേഷിക്കുന്ന ഈ കൈത്താകാലത്ത് തിരുസഭയും യേശുക്രിസ്തുവും നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ക്രിസ്ത്യാനിയായി ഈ നാൾ മുഴുവൻ നീ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്തെല്ലാം ഫലം നൽകുവാനായിട്ട് നിനക്ക് സാധിച്ചു? നല്ല ഫലം നൽകണമെങ്കിൽ നിന്റെ ജീവിതത്തെ നീ എപ്രകാരമാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്? ഈ ഞായറാഴ്ചത്തെ വായനകളിലൂടെയെല്ലാം തിരുസഭ നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവത്തോടും ദൈവത്തിൻ്റെ തിരുസഭയോടും നാം ചേർന്നിരുന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വാക്കുകളും കൽപ്പനകളും അനുസരിച്ച് നാം ജീവിച്ചാൽ യഥാർത്ഥ ഫലം നൽകുന്ന ഒരു മുന്തിരിവള്ളിയെപ്പോലെ നമ്മുടെ ജീവിതവും ധന്യമായി തീരും. പഴയ നിയമ വായനകളിൽ ദൈവം കൃത്യമായി തൻ്റെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളും അവിടുത്തെ നിയമങ്ങളും പാലിച്ചാൽ നീ ഒരു ഉന്നത സൃഷ്ടിയായിത്തീരും. നിന്റെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് നൽകുമെന്ന്. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഒരു നല്ല കർഷകൻ എങ്ങനെയാണോ തൻ്റെ മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുന്നത്, അതുപോലെ പിതാവായ ദൈവം തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെയെല്ലാം വെട്ടിയൊരുക്കി നല്ല ഫലം നൽകുവാനായിട്ട് നമ്മെ വാർത്തെടുക്കുന്നു. ഈശോ മിശിഹ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഏറ്റവും നല്ല ഒരു ഉപമയിലൂടെയാണ് ഈ വസ്തുതകൾ പറഞ്ഞു കൊടുക്കുന്നത്. യഹൂദർക്കിടയിൽ മുന്തിരി കൃഷി വളരെ സജീവമായിരുന്നത് കൊണ്ടാണ് ഒരു ഉപമ വഴിയായി, പ്രത്യേകിച്ച് മുന്തിരിച്ചെടിയുടെയും ആ മുന്തിരിച്ചെടി നട്ടുപരിപാലിക്കുന്ന കർഷകൻ്റെയും ഉപമയിലൂടെ ഈശോ തൻ്റെ ജനത്തോട് എപ്രകാരമാണ് പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത്, അങ്ങനെ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നതിലൂടെ അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും തങ്ങളുടെ വിശുദ്ധിയിലേക്ക് നല്ല ഫലം നൽകുന്ന ആ ഒരു അവസരത്തിലേക്ക് ഉയർന്നു വരുമെന്ന് സൂചിപ്പിക്കുന്നു. പിതാവായ ദൈവത്തെ ഒരു മുന്തിരിയുടെ കർഷകനായിട്ടാണ് ഈശോ ചിത്രീകരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഞാനാണ് യഥാർത്ഥ മുന്തിരിച്ചെടി. ഈ യഥാർത്ഥ മുന്തിരിച്ചെടിയോട് നിങ്ങൾ ചേർന്നിരുന്നു കഴിഞ്ഞാൽ യഥാകാലത്ത് നിങ്ങൾ നല്ല ഫലം നൽകും. ആരെന്നോട് ചേർന്നിരിക്കുന്നുവോ ഞാൻ അവരോട് ചേർന്നിരിക്കും, അവർക്ക് നല്ല ഫലങ്ങൾ നൽകുവാനായിട്ട് സാധിക്കുമെന്ന് ഈശോ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഞായറാഴ്ചയെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തികളാണോ നാം? നമ്മൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ ഒരു ക്രിസ്തീയ നാമം നാം സ്വീകരിക്കുന്നുണ്ട്. ആ ക്രിസ്തീയ നാമം നാം സ്വീകരിച്ച് ചെറുപ്പകാലത്തിൽ വിശ്വാസ പരിശീലനം സൺഡേ സ്കൂളിലൂടെ നാം നേടുന്നുണ്ട്. ഞായറാഴ്ചകളിലും സാധിക്കുന്ന മറ്റെല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുന്നുണ്ട്. വീട്ടിൽ നമ്മൾ നല്ല പ്രാർത്ഥന സമയങ്ങളിൽ ചെല്ലുന്നുണ്ട്. കാരണവന്മാരും മറ്റു മുതിർന്ന ആളുകളുമൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒത്തിരിയേറെ മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ
ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടും, ഇത്രയൊക്കെ പ്രാർത്ഥന ചൊല്ലിയിട്ടും, ഇത്രയൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടും ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്ന ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? അത് എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ എപ്പോഴെങ്കിലും ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിക്ക് യോജിക്കുന്നതല്ലാത്തതായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. യേശു ക്രിസ്തു മറ്റുള്ളവരെ സ്നേഹിച്ച പോലെ പരാതികളില്ലാതെ, വലിപ്പച്ചെറുപ്പം നോക്കാതെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിത പങ്കാളി ചിലപ്പോൾ ഒത്തിരിയേറെ കുറവുകളുള്ള വ്യക്തിയായിരിക്കും. ആ കുറവുകളുള്ള വ്യക്തിയെ ആ കുറവുകളെ നിറവുകളാക്കുന്ന സ്നേഹം നൽകിക്കൊണ്ട് സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കുടുംബജീവിതം, എൻ്റെ സഭാപരമായ ജീവിതം, എൻ്റെ ശുശ്രൂഷ മേഖലകളിലെല്ലാം ലാഭേച്ഛയില്ലാതെ ക്രിസ്തു മറ്റുള്ളവരെ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നിട്ട് അവൻ നൽകുന്ന ജലവും വളവുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് നല്ല ഫലം നൽകുന്ന വ്യക്തികളായി നമുക്ക് തീരാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നു. അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നാം ഓരോരുത്തരും ചെയ്യേണ്ടതും നാം എല്ലാവരും മറ്റുള്ളവർക്ക് നൽകേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. എളിയ സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം നന്മകൾ ചെയ്യും. അത് ദൈവത്തിന് തന്നെയാണ് ചെയ്യുന്നത് ഈശോ പറയുന്നത്. ഇനി നമ്മുടെ മുമ്പിൽ വരുന്ന സഹോദരങ്ങളെ നമ്മുടെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് അവർക്ക് ചെയ്യാതിരിക്കുന്ന ഓരോ നന്മകളും ക്രിസ്തുവിനെ തന്നെയാണ് ചെയ്യാതിരിക്കുന്നതെന്നും അവിടുന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു മറ്റെല്ലാവരെയും സ്നേഹിച്ചതുപോലെ, എല്ലാ വ്യക്തികളിലേക്കും സ്നേഹം നൽകിയതുപോലെ, എല്ലാ വ്യക്തികൾക്കും ശാശ്വതമായ സന്തോഷം നൽകിയതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സന്തോഷം നൽകുവാൻ, മറ്റുള്ളവർക്ക് നമ്മുടെ പ്രസൻസ് ഒരു അനുഗ്രഹീതമായി തീരുവാനും സാധിക്കട്ടെ. യേശുവിനെ പോലെ നല്ല ഫലങ്ങൾ നൽകുന്ന വ്യക്തികളായി തീരുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. നമ്മെ തൻ്റെ തായ്തണ്ടനോട് ചേർന്ന് നിർത്തുന്ന ക്രിസ്തുവിന് നന്ദി പറയാം. സഭയിൽ അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ നന്മകൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.